ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാനൊരു ട്രിപ്പ് പോയി. കുറച്ച് ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ടുള്ളൊരു ട്രിപ്പാണ്. ട്രിപ്പിൻ്റെ വിശേഷമല്ല കേട്ടോ പറയുന്നത്. പക്ഷെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 8-9 മണിക്കൂർ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുന്ന രീതിയിലത്തെ ഒരു ട്രിപ്പായിരുന്നു. അങ്ങനെ ട്രിപ്പൊക്കെ അടിച്ച് പൊളിച്ചു ഉഷാറാക്കിയിട്ട് വന്നു. പക്ഷെ തിരിച്ച് വന്നപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കണ്ടത് അതിങ്ങനെ സ്വെല്ല് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ എല്ലാവരും പറയുന്നത്, എന്നും ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെയാണ്, എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, പണ്ട് തൊട്ടേ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന യാത്ര ചെയ്യുന്നതിൽ ഒരു ഒരു കൂട്ടം ആൾക്കാർക്ക് എങ്ങനെയായാലും കാണാൻ ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലൊക്കെ ഇങ്ങനെ നീര് വന്ന പോലെ ഉണ്ടാവുന്നു. ഇതെന്തുകൊണ്ടാ? ഇതിനെന്താ ചെയ്യേണ്ടത്? ഇതിനെന്തൊക്കെ ശ്രദ്ധിക്കണം? അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആംഗിൾ സ്വെല്ലിങ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയോ? നോർമലി നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ഇരിക്കുന്ന യാത്രകളിലാണ് ഇത് കാണുന്നത്. അല്ലാതെ സാധാ യാത്രകൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടോ നടക്കുന്നതോ ആയിട്ടുള്ള യാത്രകളിലൊന്നും കാണില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ടുള്ള യാത്രകളിലാണ് ഇത് കാണുന്നത്. ഇതിന് മെയിൻ കാരണം നമ്മുടെ ഫൂട്ടിലോട്ട് പ്രഷർ കൂടുതലായിട്ട് വരുന്നത് കൊണ്ടാണ് ഈ സ്വെല്ലിങ് വരുന്നത്. അതേപോലെ തന്നെ അവിടെ മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതിരിക്കുന്നതുമാണ് മെയിൻ റീസൺ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഒഴിവാക്കാൻ നമുക്ക് അത്ര പെട്ടെന്നൊന്നും പറ്റില്ല. കാരണം എന്താ ചെയ്യുക, യാത്രയിൽ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് വരാതിരിക്കാൻ നമുക്ക് യാത്രയ്ക്ക് മുൻപ് എന്തൊക്കെ ചെയ്യണമെന്നറിയോ? ഫസ്റ്റ്, നമ്മൾ പോകുന്നതിന് മുൻപ് നന്നായിട്ട് വെള്ളം കുടിക്കണം. നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറവാവാതിരിക്കാൻ, ഡീഹൈഡ്രേഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ നല്ല വെള്ളം കുടിച്ചിട്ട് നമ്മൾ ബോഡീനെയൊക്കെ ഒന്ന് സെറ്റാക്കിയിരിക്കണം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇടുന്ന ഷൂസ് ഇല്ലേ, നമ്മളിപ്പോൾ ഷൂസോ ചെരുപ്പോ ഒന്നും ടൈറ്റ് ഉള്ളതോ ഒന്നും ആയിരിക്കരുത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതും, നമ്മുടെ കാലിൻ്റെ ആർച്ച് ഉണ്ടല്ലോ, കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഇതില്ലേ, ഇതൊക്കെ കംഫർട്ടബിൾ ആയിട്ട് പൊസിഷനൊക്കെ ആയിട്ടുള്ളതും നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിയിലത്തെ ഷൂസ് ആയിരിക്കണം ഇടേണ്ടത്. മൂന്നാമത്തത് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടും. നമ്മളെ ലെഗിൻസ് പോലത്തതും ജീൻസ് പോലത്തതും ടൈറ്റ് ആയിട്ടുള്ള ടൈപ്പ്, ലൂസ് ആയിട്ടുള്ളതല്ല, ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒന്നും ഇടാതെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുക. ഇതാണ് യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ ആണല്ലോ. ഇനി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ബസ്സിലൊക്കെ ആണെങ്കിൽ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒരു ഇടയ്ക്കൊക്കെ ഒന്ന് ഒന്ന് ബസ്സല്ലേ, പറ്റുമെങ്കിൽ, ഉറപ്പൊന്നുമില്ല എല്ലാ ബസ്സിലും പറ്റണമെന്നില്ല, പറ്റുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അതാക്കാം. ഇനി സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നതാണെങ്കിൽ ഒരു 2 hours എങ്കിലും കൂടുമ്പോൾ, മിനിമം 2 hours കൂടുമ്പോൾ വണ്ടി ഒന്ന് നിർത്തി ജസ്റ്റ് ഒന്ന് നടക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വെല്ലിങ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇതെപ്പോഴും പോസിബിൾ ആണ്? ഒരിക്കലല്ല. നമുക്ക് എപ്പോഴും ഈ യാത്രയുടെ ഇടയിൽ ഇത് പോസിബിൾ ആവണമെന്നില്ല. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ കാല് കുറച്ച് കയറ്റി വെക്കുക. കാലിൻ്റെ അടിയിൽ വല്ല ഫുഡ് റെസ്റ്റ് പോലത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതിൻ്റെ മുകളിലേക്ക് ഹൈറ്റ് ഉള്ളതിലേക്ക് എന്തിനെങ്കിലും കാല് ജസ്റ്റ് വെക്കാൻ നോക്കുക. ഇനി ചെറിയ കാര്യം തന്നെ, നമ്മുടെ സ്വന്തം ബാഗൊക്കെ ഉണ്ടാവുമല്ലോ, അത് വേണമെങ്കിൽ കാലിൻ്റെ അടിയിൽ വെച്ചിട്ട് കാലൊന്ന് പൊന്തിച്ച് വെക്കാം. നോട്ട് ദ പോയിന്റ്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കുന്ന സമയത്ത് കാലിൻ്റെ ടോസ് ഇല്ലേ, വിരലുകളില്ലേ, ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മടക്കുക നിവർത്തുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ആംഗിൾ ടോ, കാലിന് നന്നായിട്ട് ആംഗിളിന് മൂവ്മെന്റ് കൊടുത്തോണ്ടിരിക്കുക. ആംഗിളിന് ചുമ്മാ ആയിട്ടില്ല, ഇങ്ങോട്ട് നന്നായി സ്ട്രെച്ച് ചെയ്ത് അങ്ങോട്ട് മൂവ് ചെയ്യുക, ഇങ്ങോട്ട് കാൽപ്പത്തി നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നാലും ഒരു പരിധി വരെ ഇതൊക്കെ കുറയും. പിന്നെ നല്ല ഭംഗിയിൽ സ്റ്റൈലിന് കാല് കയറ്റിയിരിക്കുന്ന കുറേ പേരുണ്ടല്ലോ, അത് മുഴുവനായിട്ട് അങ്ങ് നിർത്തിക്കാളെ. കാല് കയറ്റി വെച്ചിരുന്നാലും ഇത് കൂടും. അപ്പോൾ വെറുതെ ഉള്ള പ്രഷർ ഓൾറെഡി വന്നുകൊണ്ടിരിക്കണം, അതിൻ്റെ കാലിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ചിട്ട് വെറുതെ ആവശ്യമില്ലാത്തതിന് ചെയ്യണം. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇനി യാത്ര ചെയ്തു വന്നു എന്നിട്ടാണ് ഈ കാണുന്നത്, അപ്പോൾ ഇതിനെന്ത് ചെയ്യാം? ഒന്ന്, നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, നല്ല തണുത്തുള്ള നമ്മൾ ഐസ് പോലത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, കോൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ആ സ്വെല്ലിംഗ് ഉള്ള ഏരിയയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ സ്വെല്ലിംഗ് പോകും. അതേപോലെ പിന്നെ നമ്മൾ ഹെർബൽ ടീസ് ഒക്കെ ഇല്ലേ, ഇതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ഒരുപാട് പേര് പറഞ്ഞു, ഞാൻ നോക്കിയപ്പോഴും കണ്ടതാണ്. ഹെർബൽ ടീസ് പോലത്തെ ഉണ്ടാവില്ല, ഇപ്പോൾ ജിഞ്ചർ ടീ, പെപ്പർമിൻറ്റിൻ്റെ ടീ, അങ്ങനത്തെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക. ടീ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷനൊക്കെ പോകും. അത് ചെയ്യുക. പിന്നെ ഉപ്പിട്ട വെള്ളത്തിൽ കാല് വെക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ബോഡീനെ കാലിൽ കുറച്ച് നേരം പൊന്തിച്ച് വെച്ചിട്ട് ആംഗിൾ എന്തെങ്കിലും ഹൈറ്റിലോട്ട് പൊന്തിച്ച് വെക്കുക. പറയില്ല, നമ്മൾ എവിടെയാണ് ട്രാവൽ ചെയ്ത് എത്തിയത് അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക, കിടക്കുന്നതിന് കുറച്ച് പൊന്തിച്ച് കാലിങ്ങനെ കയറ്റി വെക്കുക. എന്നിട്ട് ആംഗിൾ ടോ മൂവ്മെൻറ്റ് നന്നായിട്ട് ചെയ്യുക. ഒരു 10 മിനിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധി വരെ കുറയും. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്നവർക്ക് കാണാം. പ്രത്യേകിച്ച് ഒരു ഏജ് കഴിയുമ്പോഴാണ് ഇത് കൂടുതലും കാണുന്നത്. അപ്പോൾ അവർ നിർബന്ധമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറയ്ക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ചെറിയ എക്സസൈസുകൾ ആവശ്യമായിട്ടില്ലെങ്കിൽ ടിപ്സ് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരയ്ക്കും ബൈ.